എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസാറ്റിലേക്ക് സ്വാഗതം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 5 of Swords, Hanged Man energy connections, Hierophant, 6 of Pentacles, Queen of Pentacles, Devil energy. സ്ട്രോങ് മെസ്സേജാണ് പൂരാടം ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. പൊതുവേ നിങ്ങളുടെ ലൈഫിൽ ജനറലി ഉള്ളൊരു മെയിൻ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണിക്കുന്നത്, പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള കൈകടത്തലുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം തന്നെ 5 of Swords എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൺട്രോളിലല്ല എന്നുള്ളതാണ് ചുരുക്കം. നിങ്ങൾ ഒരു പക്ഷേ ബാഹ്യമായിട്ട് ആളുകൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരു വ്യക്തി, ഒരു പക്ഷേ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ആളുകളോട് എടുത്തടിച്ച പോലെ സംസാരിക്കുന്നുണ്ടാവും, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ നിങ്ങളൊരു പക്ഷേ എല്ലാത്തിനോടും റിയാക്ട് ചെയ്യും, നിങ്ങളുടെ തൻ്റെ ഇടത്തിന് ഇഷ്ടത്തിന് ജീവിക്കുന്നു എന്നുള്ളൊരു ചിന്തയാവാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവരുടെ കൺട്രോളിലായിരിക്കും. ബാഹ്യമായിട്ട് നോക്കുമ്പോൾ അങ്ങനെ തോന്നിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ദേഷ്യം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വാശി, അതുപോലുള്ള കാര്യങ്ങൾ, കൊച്ചു കാര്യങ്ങൾക്ക് നിങ്ങൾ വാശി കാണിക്കുന്നുണ്ടാവും. പക്ഷേ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ അല്ല ഒന്നും നടക്കുന്നത്. കാരണം അതുപോലെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ നിങ്ങളുടെ മക്കളോ അച്ഛനോ അമ്മയോ ആര് വേണമെങ്കിലും ആകാം. ഈ വ്യക്തി നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളെല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിന് ആണ് എന്നുള്ള രീതിയിൽ തോന്നിക്കുന്ന രീതിയിലേക്ക് നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ആ ഒരു വ്യക്തി അത് സമ്മതിച്ചു തരുന്നു. പറഞ്ഞ് പിന്നീട് ആ വ്യക്തിയുടെ ഇഷ്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. സൂക്ഷിച്ച് നിരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വളരെ അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ പലപ്പോഴും ലൈഫിൽ ഈ ഒരു ടോക്സിസിറ്റി എന്ന് പറയുന്ന കാര്യം പലരും അക്സെപ്റ്റ് ചെയ്യാറുള്ള നാട്ടിലത്തെ രീതി അനുസരിച്ച് പറയുമ്പോൾ എല്ലാവരും അങ്ങനെയാണ്. നമ്മൾ ചില പാരൻസ് ടോക്സിക് ആണെന്ന് പറയുമ്പോൾ ആൾ എന്തൊക്കെ പറഞ്ഞാലും അച്ഛനമ്മയാണ് എന്നുള്ളൊരു ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ എന്തായാലും അത് വിട്ടുകളയുക എന്നുള്ളത്, അതായത് ആ വ്യക്തി അനുഭവിക്കുന്ന ഇമോഷണൽ ആയിട്ടുള്ള ഹെൽത്ത്, അതായത് മാനസികാരോഗ്യത്തിന് ഒരു തരത്തിലും പ്രാധാന്യം കൊടുക്കാത്തൊരു തരം സമൂഹത്തിലാണ്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു തരത്തിലുള്ള ഇതിൽ നിന്ന് ഒഴിവാകുക. നിങ്ങൾ ജീവിക്കുന്നത് ഒരു അടിമയെ പോലെയാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ ഒരു സിറ്റുവേഷനാണ്. ഹാങ്ഡ് മാൻ എനർജിയാണ്. നിങ്ങൾ സ്റ്റക്കാണ് ആ ഒരു ലൈഫിൽ. അപ്പോൾ ഈ എനർജി സ്ട്രോങ് ആയിട്ട് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള സിറ്റുവേഷൻസ് ഒത്തിരി തവണ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരമുണ്ട്. നിങ്ങളുടെ ചില സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള ആളുകൾ നിങ്ങളായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ സ്റ്റക്കല്ല, പുറത്ത് കിടക്കാനുള്ള സാഹചര്യം അവസരമൊക്കെ നിങ്ങൾക്കിപ്പോൾ വരുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന വ്യക്തിയുടെ ഇതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കാനായിട്ട് വളരെയധികം മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം പിന്നീട് വന്നിട്ട് നമ്മൾ ടിപ്പിക്കൽ കാണുന്ന രീതിയിൽ കരഞ്ഞ ഒരു വളരെയധികം വിക്റ്റിം കളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, ഈ എനർജി സ്റ്റക്കല്ല, നിങ്ങളതിൽ നിൽക്കുന്നതുകൊണ്ടാണ്. നിങ്ങളതിൽ നിന്ന് പുറത്ത് കടന്നാൽ തീർച്ചയായിട്ടും നിങ്ങളതിൽ നിന്ന് പുറത്ത് കിടക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാണിക്കുന്നത്. ലൈഫ് പേർപ്പസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് നിങ്ങളുടെ കർമ്മ, എവിടെയാണ് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടത്, എവിടേക്കാണ് നിങ്ങൾ മുന്നോട്ടേക്ക് ജീവിതത്തിൽ പോകേണ്ടത്, ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്, നിങ്ങളുടെ ആഗമ കർമ്മ എന്താണ് എന്നുള്ളത്, എന്തൊക്കെ ഫ്യൂച്ചർ പ്ലാൻസ് നിങ്ങൾ ചിന്തിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു ഇപ്പോഴത്തെ ഒരു ലൈഫ് ടൈമിൽ, അത് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം സ്റ്റക്കായിട്ട് നിൽക്കാതെ ആക്ഷൻ എടുക്കേണ്ടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ എനർജി സ്റ്റക്കാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് നിങ്ങളുടെ വിചാരം. പക്ഷെ അങ്ങനെയല്ല, ലൈഫിൽ ഇനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
എന്നുള്ളത് കൂടി ആണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഹൈറഫൻ്റെ എനർജിയാണ്. അപ്പോൾ മെയിനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ലൈഫിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞ് പൊതുവേ ഈ ഒരു സമയം നിങ്ങൾ കുറച്ച് ഏതെങ്കിലും ഒരു നമ്മൾ പറയില്ലേ എന്തെങ്കിലും ഒരു ആശ്രമം അല്ലെങ്കിൽ ആൾ ദൈവങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള കൾട്ട് അതുപോലെയുള്ള ഇതിൻ്റെ പുറകെ പോകാൻ ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ എല്ലാം ജീവിതമെല്ലാം അവസാനിപ്പിച്ചു, ഇപ്പോൾ ദൈവികമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും ക്ഷേത്രത്തിലോ പള്ളികളിലോ ഒക്കെ പോകുന്ന നല്ല കാര്യം തന്നെ. പക്ഷെ ഓവറായിട്ട് അതിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പെട്ടുപോകുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യം ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കുമല്ലോ എപ്പോഴും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുക, അപ്പോൾ ഇന്ന കാര്യങ്ങൾക്ക് കോടികളും ലക്ഷങ്ങളും കൊടുത്തിട്ടല്ലെങ്കിൽ കയ്യിൽ ഉള്ള നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി നിങ്ങളിൽ നിന്ന് ഈടാക്കുന്ന ഒരു രീതിയിലേക്കാണ് സിറ്റുവേഷൻസ് വരുന്നത്. അപ്പോൾ ആ ഒരു എനർജി മറ്റുള്ളവരെ നിങ്ങളെ മുതലെടുക്കുന്ന ഒരു ഇതിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ആത്മീയതയിലേക്കോ ദൈവികതയിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിലേക്കോ ആണ് എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളുടെ വലയിൽ ചെന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ മാറ്റങ്ങൾ വരുത്തി സ്വയം അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് ഈ ദൈവിക കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും ഉണ്ട് എങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അതുപോലെ അറിവുണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിൽക്കുന്ന വ്യക്തികളുമായിട്ട് സംസാരിക്കുക, നിങ്ങൾക്ക് ഉറപ്പുണ്ട് എങ്കിൽ മാത്രം. കാരണം ഇവിടെ ആ ഒരു ഇതിലേക്ക് വീണു പോകുന്നൊരു സിറ്റുവേഷൻ ആവശ്യമായിട്ട് കുറേ പൈസ ഒരാളുടെ ഇതിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ആത്മീയത ഒത്തിരി വലിയൊരു മാർക്കറ്റാണ്. ഇപ്പോൾ അതിലേക്ക് ആളുകൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് അനാവശ്യമായിട്ട് ദുരുപയോഗം പെടുത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. കാരണം ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം എന്തെങ്കിലും അവർ പറഞ്ഞ പൂജകളോ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളും, പൂജ ചെയ്യുന്നതിനെ കുറിച്ചിട്ടല്ല, നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇതുപോലെ കള്ളത്തരങ്ങൾ ചെയ്ത് കൊണ്ടുവരുന്ന ആളുകളുണ്ടല്ലോ, ആ ഇതിലെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾ ചെറിയ രീതിയിൽ കുറച്ച് മെച്ചം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അനാവശ്യമായിട്ട് അതിലേക്ക് പൈസ ഒഴുകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് പോകാതെയും നിങ്ങൾ ആക്ഷൻ എടുത്ത് അതിനുവേണ്ടി ശ്രമിച്ചാൽ സാമ്പത്തികം നേടാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു മാസത്തിൽ. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുകയും മുന്നോട്ടേക്ക് പോവുകയും ചെയ്താൽ സാധ്യതകളുണ്ട്. ബിസിനസ്സിലേക്ക് പോകാൻ സാധ്യത കാണിക്കുന്നുണ്ട്. ജോലിയിലാണെങ്കിൽ തന്നെ ജോലിയിൽ നിങ്ങളുടെ ഭാഗം ശ്രമിക്കുകയാണെങ്കിൽ വളരെ ഉയർച്ചയിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നത്. അതേപോലെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന സമയമാണ്. പ്രായമായിട്ടുള്ള ആളുകൾ, റിട്ടയർ ആയിട്ടുള്ളവർ, വീട്ടമ്മമാർ, വിദ്യാർത്ഥികളായിട്ടുള്ളവരാണെങ്കിൽ പോലും സ്വന്തം അധ്വാനം കൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. അപ്പം അങ്ങനത്തെ ഒരു എനർജി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള കഴിവ്, വളരെ അപാരമായിട്ടുള്ള കഴിവുകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ കാണുന്നുണ്ട്. ലൈഫ് പേർപ്പസ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനും ഉണ്ട് എന്നുള്ളത് സൂചിപ്പിച്ചു. അപ്പോൾ ലൈഫ് പേർപ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക്, ഒരു ആത്മീയം ആ ഇതിലേക്ക് പോകുന്നതിന് പകരം നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ജീവിക്കാനുള്ള അവസരവും ജീവിതത്തിലുണ്ട്. അപ്പോൾ ആ ഒരു സമൃദ്ധിയും ഐശ്വര്യവും ആസ്വദിക്കുക കൂടി ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. വെറുതെ ഇരുന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുത്തരും എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കാതിരിക്കുക. ആ ഒരു ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ അതിന് ആക്ഷൻ എടുത്തിട്ട് മുന്നോട്ടേക്ക് പോകുക. ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങൾ വരുന്ന സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഡെവിൾ എനർജിയാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങളൊരു ചട്ടക്കൂടിൽ ഒതുങ്ങി പോകാതിരിക്കുക. അതായത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം, നിങ്ങൾ ഇഷ്ടപ്പെടും, നിങ്ങളുടെ ഡ്രീംസ്, അതായത് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കേണ്ടുന്ന സമയമാണ്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടുന്ന ഒരു സമയമല്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താ ആഗ്രഹിക്കുന്നു, എങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവാം. അല്ലാതെ ഒരു നെഗറ്റീവ് ഇതിലേക്ക്, അതായത്
മറ്റൊരാൾ എന്ത് പറഞ്ഞു അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നിങ്ങൾ സ്വന്തമായ സ്വപ്നങ്ങൾ എങ്ങനെ സാക്ഷാത്കരിക്കും എന്നുള്ളത് ചിന്തിക്കുക. നിങ്ങൾക്ക് ഇന്നൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിലേക്കുള്ള ചുവട്ടുപടികൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ വിദ്യാഭ്യാസമാണെങ്കിൽ നിങ്ങളൊരു സയൻറ്റിസ്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ ഏത് ഫീൽഡിലേക്കാണ് പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ചെയ്താൽ മാത്രമാണ് അതിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നൊരു കാര്യം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ആരും പിടിച്ചു വച്ചിട്ടില്ല, നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആകും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.